അപ്പോൾ ഇന്ന് ഇവിടുന്നാണ് ഇന്നത്തെ സൺഡേ വ്ളോഗ്. ഇന്ന് സൺഡേ ഹോളിഡേ ആണ്. സൺഡേ ഹോളിഡേ നമുക്ക് ഹോളിഡേ ഇല്ല. ഞങ്ങൾ സ്റ്റിച്ചിങ് റൂം ക്ലീൻ ആക്കാൻ വന്നതാണ് മക്കളെ. ഇവിടെ ടേബിളുകളൊക്കെ തുടച്ചതാട്ടോ. മറ്റേ ഇവിടെ 2 ആൾക്കാരുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കൊന്നും സത്യത്തിൽ ഇവിടെ അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴുള്ള ആൾക്കാർ ക്ലീൻ ആക്കാതെ എൻ്റെ പൊന്നെ, ഞാനാണെങ്കിൽ താഴത്തുനിന്ന് ലേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊടുന്നിട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ കൂടി എന്താ വെച്ചാൽ ഈ സ്റ്റാൻഡ് ഇപ്പോൾ ശാലുമണി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്കൊന്ന് ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ മെഷീൻ്റെ താഴത്തു നിന്നൊക്കെ മെഷീൻ ഇങ്ങോട്ട് കയറ്റി ചെയ്തിരുന്നു. നമ്മൾ കടയിലിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഓനെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ എൻ്റെ കുട്ടീനോടൊരു ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പോയില്ലേ. എൻ്റെ കുട്ടീനോട് ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേടെടുത്തി. ഇതിനു വേണ്ടി വന്നു ഷഹീദ. മനസ്സിലായോ? അതിനും വേണ്ടി വന്നു ഷഹീദ അല്ലേ. അപ്പോൾ സൺഡേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ മെസ്സേജിന് റിപ്ലൈ ഇല്ലാത്ത മക്കളെ. ഇനി ഇത് കഴിഞ്ഞിട്ട് താഴത്തുണ്ട് കുറച്ചൊന്ന് നന്നാക്കണം. ഇവിടെ ഉണ്ട് കുറച്ചൊന്ന് വേസ്റ്റ്. കണ്ടോളിട്ടോ. അതുമ്മ പറ്റൂല. അജ് വിചാരിച്ചിന കാര്യം അയ്യോ ശരിയാവൂല. തന്നെ ഈ ബുദ്ധിയൊന്നും പഠിച്ചിന കാര്യത്തിലില്ലല്ലോ. ഇവിടെ പോയി എടുത്തേച്ചിക്ക. അപ്പോൾ എന്നാൽ തുടങ്ങിയിട്ട് ഇനി ഇത് അവസാനിച്ചിട്ട് ഈ റൂം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് മെഷീൻ പഠിച്ചേ. ഇന്ന് വാടക കൊടുക്കേണ്ട ദിവസമാണല്ലേ 10-ാം തീയതി. ഇന്ന് 10-ാം തീയതി ഇവിടുത്തെ ഈ റൂമിൻ്റെ വാടക എന്താണെന്നറിയാം. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വാടക, അത് ഇത് മറിച്ചത് ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വസ്ഥത. ഒന്നെങ്കിൽ എൻ്റെ ടേബിള് അല്ലെങ്കിൽ അവൻ്റെ ഡ്രിൽ മെഷീൻ. ഇത് രണ്ടിലേതെങ്കിലും വന്ന് എടാ എൻ്റെ വീഡിയോ ഇട്ടോ ചിലപ്പോൾ ഇല്ലല്ലേ. യൂട്യൂബേ എൻ്റെ കുട്ടിക്ക് 10-16 വയസ്സ് 24 വയസ്സിൻ്റെ കൂനലുണ്ട്. അപ്പോൾ അതുകൊണ്ട് 24 വയസ്സിൻ്റെ കൂനലുണ്ട്. അതുകൊണ്ട് കൂനല് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 വയസ്സായ ആൾക്കാരുടെ വയസ്സായ പോലെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്നാള് സ്ട്രൈക്ക് വരും. ഒന്നാൾ പെയിൻ്റ് അടിച്ചിട്ടൊരു വീഡിയോ ഇട്ടു. അത് അപ്പം കട്ടായി. പിന്നെ 2 ഞങ്ങൾക്ക് ആ ചാനൽ പിന്നെ വീഡിയോ ഇടാൻ പറ്റിയത്. പിന്നെ ഒരു പ്രാവശ്യം വീഡിയോ ഓണാക്കിയിട്ടും ചൂലും മുറൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അടിച്ചു വരി. അന്നും പോയി ഞങ്ങളുടെ ചാനൽ. അപ്പം യൂട്യൂബ് ഇത് 24 വയസ്സായ മകനാണ്. അപ്പം ഇപ്പം കണ്ട് 24 തോന്നും. സൺഡേ ആയിട്ട് റിപ്ലൈ ഇല്ല പറഞ്ഞു. അപ്പോൾ ഇതാക്കണം, ഇതൊക്കെ മടക്കി കയറ്റാണ്. ഇന്ന് സൺഡേ ആയിരുന്നു. സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കൊടുത്തു. ഇപ്പോൾ ഇതാക്കണം, ഇവിടെ ഉണ്ട്. ഇനി ഒന്നും കൂടിയും കൊണ്ടുപോകാനുണ്ട്. അത് കൊടുക്കാനുണ്ട്. അവിടെ കുറേ മടക്കി വെച്ച്, ഇവിടെ കുറേ മടക്കി വെച്ചൊക്കെ വലിച്ചിട്ടത്. ഇനി ഇപ്പോൾ സമയം 10 മണി സൺഡേ രാത്രി 10 മണി. ഇനി ഇത് ഫുള്ളാക്കി മടക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാളെ കസ്റ്റമർ വരുമ്പോൾ ഫുള്ള് വീണ്ടും വലിച്ചിടൂലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പ് ഓപ്പൺ അല്ല. അന്ന് നമുക്ക് മേലെയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ റോസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആട്ടോ.
ഇവിടെ ഇതാക്കണം പ്ലെയിന്. അപ്പോൾ അതൊക്കെ അടിച്ച് വരണം ഇനി. അവിടെ ഉണ്ട്. അപ്പോൾ ഓരോരോ കെട്ടായിട്ട് നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് മൂന്ന് വീതം ഭാഗം വെക്കണം കൊണ്ടുപോയിട്ട് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്തു. മുകളിൽ കുറേ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ തുടക്കാനുണ്ട്. ഇനി ഇവിടെയും തുടക്കാനുണ്ട്. ഇവിടെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അടിച്ച് തുടച്ച് ഒരു 11-12 മണിക്കാകുമ്പോഴത്തേന് പോകണം കേട്ടോ. കഷ്ടപ്പാട് തന്നെ. അപ്പോൾ റൂം മൊത്തത്തിൽ ക്ലീനാക്കിട്ടോ. റൂം മൊത്തത്തിൽ അവിടെ അപ്പോൾ കണ്ടല്ലോ ഫുള്ളായിട്ട് ഒരു അപ്പോൾ ഫുള്ളായിട്ട് ഇവിടുത്തത് ക്ലീനാക്കിയിട്ടാ. ഇങ്ങോട്ട് എന്നാ എന്താക്കണം. ഇനി ബാത്റൂം ക്ലീനിങ് നാളെ. ബാത്റൂം ആരും യൂസ് ചെയ്യണമില്ല, ആകെ ചെളി പിടിച്ചതാക്കിയിരുന്നു. ഇനി എന്താ എനിക്ക് പറയാനുള്ളത്? ഇനി ഞങ്ങൾ പോവുക. സമയം എത്രയായി അറിയാം? സമയം 1 മണി കഴിഞ്ഞ്. കണ്ടില്ലേ ഫുള്ള്. ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമല്ലോ. ഇത് ബാക്കിയുള്ള ലേസുകളൊന്നും എടുത്തു വെച്ചിട്ടില്ല, അങ്ങനെ നിലത്തന്നെ ഇടുകയാണ് കേട്ടോ ഒരു ചെയ്യണത്. അതാണ് ലേസുകൾ ഇതാക്കണം. ലേസ് നമ്മളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കഫ്താൻ അടിച്ചാൻ വേണ്ടിയിട്ട് എടുത്തുന്ന ലേസാണ്. ഇതൊക്കെ ബാക്കി ഒക്കെ നിലത്തന്നെ ഇട്ടൊക്കെയാണ്. ശരിക്കും അത് എടുത്ത് വെച്ചിട്ട് പോലും ഇല്ല. അതിലാണ് വലിയൊരു സങ്കടം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇപ്പോൾ കണ്ടില്ലേ ഫുൾ ക്ലീനായിട്ടോ. മറ്റേത് പറഞ്ഞാൽ മറ്റുള്ള ഓരെന്നെ എല്ലാം ചെയ്യുമായിരുന്നു. ഫുള്ള് ഇവിടെ ക്ലീനാക്കി എപ്പോൾ വന്നാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇതിവിടെ തുടച്ചിട്ട് തന്നെ 1 മാസത്തിലേറെ ആയിട്ടുണ്ടാകും. അത് ഞാൻ താഴത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തലവേദനയും ഇതൊക്കെ പാടായത് കാരണം ഞാൻ താഴത്തും ഇതാക്കലില്ല, ഒന്നും ചെയ്യലില്ല. കണ്ടില്ലേ, ഇന്ന് രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. 10 മണിക്ക് ഇറങ്ങി, ഇപ്പോൾ രാത്രി 1 മണിയായി. ഒക്കെ ഇവിടെ ഇതുമേലാണ് ഒരു ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. ഇതിൻ്റെ പിക്ചറുണ്ട് എൻ്റെ അടുത്ത്. അതൊന്നും ആ ചോറ് തിന്ന് പോയ സ്ഥലം കൂടി ക്ലീൻ ആക്കിയിട്ടില്ല. അതിൻ്റെ അടിയിൽ കൂടെ ശാലു ആണെങ്കിൽ താഴത്തെ കടയിൽ 2 വീഡിയോ ഇട്ട് വെച്ചിരിക്കുന്നു ഡിസ്കൗണ്ട് സെയിൽ പറഞ്ഞിട്ട് മടക്കാൻ. ഇപ്പോൾ ഒരു 8 മണിക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പോയപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പോയിക്കണ്ട് അവർക്ക് സാധനം ഇട്ട് കൊടുത്തുവിടാം. കാരണം നാളെ ഒരു വേറെ ഇതിൽ പോകും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എടുക്കണ്ടേ വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തേക്ക് എന്താണ് അവിടുത്തെ ഫുള്ള് മടക്കി വെച്ചു. ഇനി അവിടെ തുടക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ഈ ബാത്റൂമുണ്ട്, അതുണ്ട് ക്ലീൻ ചെയ്യും. ഇനി ഞാൻ പോവുക. 1 മണിയായി, 1:30 ആയി. അപ്പോൾ അവിടുത്തെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല. കണ്ടില്ലേ നീറ്റ്. ഇനി ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ഇവിടെ ക്ലീൻ ആക്കാതെ ഇരിക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഇട്ടാ അപ്പം ഞങ്ങൾ പോകട്ടെ. എൻ്റെ ഫോൺ എടുക്കണം, ചാർജർ എടുക്കണം. ഒരു എനർജി ഡ്രിങ്ക് വാങ്ങിയിരുന്നു കേട്ടോ, പെപ്സി. ഇത് പോക്കറ്റ് കിട്ടണം. ഞാൻ എവിടെയോ കണ്ടിരുന്നു. എൻ്റെ പൊന്നാര മനേജ് എവിടെയെങ്കിലും വെക്കൊണ്ട് കിട്ടോ, എങ്ങോട്ടെങ്കിലും പോകാൻ ഉണ്ടോ താക്കൂര്? ഇതിൻ്റെ താക്കൂര് ഇവിടെ എവിടെയോ ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോൾ കുളത്തിടാൻ ഞാൻ എല്ലായിടത്തും ഈ സാധനം ഒട്ടിച്ചിരിക്കണം. കിട്ടിയോ? ഇതാണ്. ഇന്നലെ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ നോക്കുമ്പോൾ താക്കോല് കാണാനില്ല. ഇനിയിപ്പോൾ
എവിടെയെങ്കിലും കൊണ്ടുപോയിടും. നേരെ 1 മണി 1:30 മണിയായി. ഉണ്ടോ? ഞാനിങ്ങനെ അല്ലെങ്കിൽ ഞാൻ ചൂടാവും. പ്രഷർ വേഗം കയറും. ഞാൻ നടക്കൂല. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ ഫുള്ള് ലൈറ്റ് ഒന്നും ഇട്ട് കാണിക്കണില്ല അതാട്ടോ. കൊത്തി എന്താ ഇവിടെ ഫുള്ള് ഇവിടുത്തും കഴിഞ്ഞു. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല. ഇവിടെയൊക്കെ ഫുള്ള് ഒക്കെ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇനി അത് പാക്കിങ്ങിനുള്ളത് കേട്ടോ. സോഫയിലുള്ളത് ഇതാക്കണോ. പാക്കിങ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ മറാമത്ത് പണി പെട്ട ഒരു ഞായറാഴ്ച ഇതാണ്. കുറേ ആൾക്കാർ അപ്പോൾ ഇനി ഞങ്ങൾ പോട്ടെ കേട്ടോ. അതെൻ്റെ പോക്കറ്റ് കിട്ടള.